ആയ സാബുദാന കിച്ചടി ആട്ടോ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? ഇത് ചവ്വരി കേട്ടോ. സാബുദാന എന്ന് പറയുന്ന സാധനം ചവ്വരി, നമ്മുടെ നാട്ടിലെ പായസത്തിനൊക്കെ യൂസ് ചെയ്യുന്ന സാധനം ചവ്വരി. അപ്പോൾ അത് നമുക്കത് ഉണ്ടാക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. വരും, കിച്ചണിലേക്ക് പോവാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എടുക്കാൻ പോയ സമയത്ത് മോൾ എവിടെയോ പോയിട്ടോ, ഫോണും കൊണ്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ട സാധനം ചവ്വരി, മെയിൻ ഹൈലൈറ്റ് അതാണല്ലോ. ഹലോ ഹായ്, വീണ്ടും പറയുക അതിലൂടെ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടേ അറിയാലോ. ആദ്യമേ എണ്ണ ഒഴിക്കണം. ഒഴിച്ച് ജീരകം, പച്ചമുളക്, കരിയാപ്പില ഇത്രയിട്ട് പൊട്ടിക്കണം. കടുവില്ലാതെ കേട്ടോ നമ്മൾ വറക്കുന്നേ, ജീരകമാട്ടോ വറക്കുന്നേ. ജീരകം പൊട്ടിക്കുക. അതിനുശേഷം മറ്റ് ഇൻഗ്രീഡിയൻസ് ആയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് അതിനെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണമെന്നില്ല, അത് അപ്പഴേ ആയിക്കോളും. എന്നിട്ട് കരിയാപ്പില ഇട്ടിട്ട് കരിയാപ്പില ഇടും. ഇതിന് ശേഷം നമുക്ക് സാബുദാന കിച്ചടി, അതായത് നമ്മുടെ ചവ്വരിയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തേക്കാം. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും. അപ്പോൾ ചവ്വരി ഇടാൻ പോവുക. ചവ്വരി ഇട്ടതിന് ശേഷം നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം. അത് നല്ലതായിട്ട് ഇളക്കി ഉപ്പ് ഇട്ടിട്ട് അടച്ച് വെക്കണം. നമ്മൾ മാഷ് ചെയ്ത് ഇവിടെ നമ്മളൊരു കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കിഴങ്ങ് പുഴുങ്ങി ഒരു 3 വിസിലടിച്ച് കിഴങ്ങ് പുഴുങ്ങിയതിന് ശേഷം നമ്മളത് മാഷ് ചെയ്ത് വെക്കണം. മാഷ് ചെയ്തിട്ട് വേണം അതിനകത്ത് ആഡ് ചെയ്യാനും. നമുക്ക് നോക്കാം നോർത്ത് ഇന്ത്യനിലെ ഫുഡ് നമുക്ക് കേരളത്തിൽ വെച്ചാൽ എങ്ങനെ ഉണ്ടാവുമെന്ന്. സൂപ്പറായിരിക്കും കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇത് കപ്പലണ്ടി, ഇത് ഫുള്ളായിട്ട് വറുത്ത് വെച്ചേക്കണം. ഇതൊന്ന് ക്രഷ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് മാഷ് ചെയ്തിടണം. അപ്പോൾ തിക്കായിട്ട് ഹെവി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും നമുക്ക് മോർണിംഗിൽ ഉണ്ടാവുന്നത്. ഇത് നോർമലി നോർത്ത് ഇന്ത്യൻ ഭാഗത്ത് എന്താ പറയുക, നമ്മൾ നോയമ്പില്ലേ ഫാസ്റ്റിംഗ് സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു ഫുഡാണ് അത്. നമ്മളൊക്കെ ഇവിടെ അരിഹാരം ഒരു നേരം എന്ന് പറയുന്നത് അവരിതാണ് കഴിക്കുന്നത് ഫാസ്റ്റിംഗ് സമയത്ത്, സാബുദാന കിച്ചടി. സോ അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് ക്രഷ് ചെയ്യുന്നു ഞാൻ നല്ലതായിട്ട്. ഒരുപാട് നല്ല പൊടിയായാലും കുഴപ്പമില്ല, ടേസ്റ്റ് കിട്ടും. നിങ്ങൾ കഴിച്ച് നോക്കണം കേട്ടോ, ട്രൈ ചെയ്യണം. ക്രഷ് ചെയ്തെടുത്തു, ആഡ് ചെയ്തു. ഞാൻ അധികം വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഐ തിങ്ക് സോ ഇതൊരു സെക്കൻഡ് വീഡിയോ ആണ്. എൻ്റെ ഓൺ വോയിസും പിന്നെ കുക്കിംഗ് ഫസ്റ്റ് ടൈം ആട്ടോ. അപ്പം എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ബിഗിനറായിട്ടെന്നുള്ള ഒരു ഭാഗം കൊണ്ടാണെങ്കിലും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അറിയില്ല സക്സസ്ഫുൾ ആവുമോയെന്ന്, എല്ലാവരുടെയും സപ്പോർട്ട് വേണം കേട്ടോ. കൂട്ടത്തിലൊരു ചായയും കൂടെ ആയിക്കോട്ടെ. മസാല ചായ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യും കേട്ടോ. ഇതാണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പം ഞാൻ കഴിച്ചു നോക്കിയിട്ട് റിസൾട്ട് പറയട്ടെ. എല്ലാവരും ട്രൈ ചെയ്യും.